ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവര് തമ്മില് മുടിഞ്ഞ പ്രേമമെന്നാ എനിക്ക് തോന്നുന്നേ. ഇവളിവനെ കല്യാണം കഴിച്ച ഈ സ്വത്ത് മുഴുവൻ ഇവളും കൂടി അനുഭവിക്കുമല്ലോ. എന്റെ ഉദ്ദേശങ്ങൾ നടക്കില്ല. എന്താ ചെയ്യേണ്ടത്? ആലോചിച്ച് ഉത്തമമായൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ എന്റെ സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരും. ചേച്ചി എന്താ എന്നോട് ഇത്ര അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ്? കുറച്ച് ഗൗരവമുള്ള കാര്യം തന്നെയാ. ഞാനേ പത്മിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവളും കൂടി ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് പറയാം. എന്തിനാ ചേച്ചി, എന്തിനാ ഈ മുഖവരൊക്കെ? ഞാൻ നിന്റെ ചേച്ചിയാ. കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പത്മ വരുന്നുണ്ട്. പത്മേ, ഞാൻ പത്മയെയും പ്രതാപനെയും ഇങ്ങോട്ട് വിളിപ്പിച്ചത് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുള്ള കാര്യങ്ങള് എനിക്കറിയാനാ. എല്ലാം എന്നോട് തുറന്നു പറഞ്ഞേ പറ്റൂ. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് പത്മയോടാ. പത്മയ്ക്ക് എന്താ പ്രതാപനോടുള്ളത്? സാധാരണ ഒരാളോടുള്ള ഇഷ്ടമാണോ അതോ പ്രണയമാണോ? ചോദിച്ചത് കേട്ടില്ലേ പത്മേ? ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമായതുകൊണ്ടാ ഞാനിങ്ങനെ ചോദിക്കുന്നേ. എന്താ മിണ്ടാത്തെ? പത്മയ്ക്ക് പ്രതാപനോട് പ്രേമമാണോ എന്നാ എനിക്കറിയണ്ടേ. പറ. അത് എന്താന്ന് എനിക്കറിയില്ല. ആഹാ, അങ്ങനെ പറഞ്ഞ പറ്റുമോ? നിങ്ങള് തമ്മിലേ ഇഷ്ടമാണോ എന്നാ ഞാൻ ചോദിച്ചേ. പറയൂ പത്മേ. പ്രതാപേട്ടനെ എനിക്കിഷ്ടമാണ്. എനിക്ക് പ്രതാപേട്ട ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പ്രതാപേട്ടനെ മറക്കണമെന്ന് മാത്രം എന്നോട് പറയരുത്. പ്രതാപേട്ടനെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. വരും വരായികൾ ആലോചിച്ചിട്ടാണോ പത്മ ഈ പറയുന്നേ? ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. ഇതിന്റെ പേരിൽ എന്ത് വന്നാലും എനിക്ക് പ്രശ്നവുമില്ല.